ഹായ് ഫ്രണ്ട്സ്, എക്സോ കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ തന്നെ വാഹന നിർമ്മാതാക്കൾക്കിടയിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്ന വോൾവോയുടെ XC60 ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നമുക്കൊന്ന് കണ്ടുവരാം. ആദ്യമായി നമുക്ക് എടുത്ത് പറയാനുള്ളത് അതിന്റെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് തന്നെയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് അതിന്റെ പുറത്തേക്ക്. നമ്മുടെ എംബ്ലത്തിന് സൈഡിലായിട്ട് വരുന്ന ആരോസ് വാഹനത്തിന്റെ ഭംഗി വിളിച്ചോതുന്നു. ഇതൊരു വോൾവോ തന്നെയാണെന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഈ വാഹനത്തിനും അത് നൽകിയിരിക്കുന്നത്, XC60 നൽകിയിരിക്കുന്നത്. പറയേണ്ടത് അതിന്റെ ഹെഡ്ലൈറ്റ്സ് യൂണിറ്റ്സ് നമുക്ക് ഫുള്ളി LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് അതിനടുത്തായിട്ട് ഹെഡ്ലൈറ്റ് വാഷർ യൂണിറ്റ് കാണാം. നമുക്ക് സെൻസർ യൂണിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയാണ് വരുന്നത് വാഹനത്തിന്. താഴെയായിട്ട് വരുന്ന സ്കിപ്പ് പ്ലേറ്റ് വാഹനത്തിന് കുറച്ചുകൂടി ഭംഗി നൽകും. വളരെ വലിയ ഒരു ബമ്പർ യൂണിറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അടുത്തായിട്ട് തന്നെ നമുക്ക് എയർ ഡാം യൂണിറ്റ്സ് കാണാം. പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് കൂടെ അഡീഷണൽ ആയിട്ട് വാഹനത്തിന് നൽകിയിരിക്കും. വളരെ വിശാലമായിട്ടുള്ള ഒരു ബോണറ്റ്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് വാഹനത്തിന് അറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഡിസൈൻസ് വളരെ ഭംഗിയായിരുന്നുണ്ട്. ഗ്ലാസ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിലും വിൻഷീൽഡ് പോർഷൻ നോക്കുകയാണെങ്കിലും വളരെ വൈഡാണ്. അതിന്റെ വൈപ്പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് അതിന്റെ വാഷർ യൂണിറ്റ് കൂടി അതിനടുത്തായിട്ട് കൊടുത്തിരിക്കുന്നു. വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. തന്നെ ഒരു ബ്ലാക്കും സിൽവറും വരുന്ന ഒരു ഫിനിഷിംഗ് ആണ് അലോയ്ക്ക് നൽകിയിരിക്കുന്നത്. നന്നായിട്ടിരിക്കുന്നു. അതിന്റെ ഗ്ലാസ് പോർഷൻ നോക്കുമ്പോൾ സൈഡിലായിട്ട് നമുക്ക് അതിന്റെ ഒരു ക്രോം ആവരണം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്കൊരു ഇൻസ്ക്രിപ്ഷന്റെ ഒരു സിൽവർ ഗാർണിഷിന്റെ ബീഡിങ് കൂടി സൈഡിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് 360 ഡിഗ്രി ക്യാമറയാണ് വാഹനത്തിന് വരുന്നത്. സൈഡ് മിററിലൂടെ ക്യാമറയുടെ യൂണിറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് കവർ ചെയ്യാനായിട്ട് അതിന്റെ ഒരു സൈഡ് ക്യാമറയും കൂടെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ ഇതിലെ ക്യാമറ യൂണിറ്റ്സ് ഇവിടെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് ഒരു ക്രോം യൂണിറ്റ്സിന്റെ റൂഫ് റെയിലൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് യൂണിറ്റ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വിസിബിലിറ്റി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പാസഞ്ചേഴ്സിനായാലും ഡ്രൈവേഴ്സിനായാലും കിട്ടുന്നുണ്ട്. കീ നമ്മുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി. നമുക്ക് ഓട്ടോ സെൻസ് ചെയ്ത് ഓപ്പൺ ആവുന്ന ഒരു സിസ്റ്റം കൂടി നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. വാഹനത്തിന്റെ പിൻഭാഗത്തെ വിശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വൈഡായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിന്റെ എടുത്ത് പറയാനായിട്ടുള്ളത് നമുക്ക് ടെയിൽ ഗേറ്റിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വളരെ വൈഡായിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഡിഫോഗർ, റിയർ വൈപ്പേഴ്സ് യൂണിറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റോപ്പ് ലാംപ്സ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിനാസ് വരുന്നുണ്ട്. വോൾവോയുടെ XC60 ബാഡ്ജിങ് കാണാം. 360 ഡിഗ്രി ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് സറൗണ്ടിങ് ക്യാമറ യൂണിറ്റ്സ് വരുന്നുണ്ട്. T5 ഇൻസ്ക്രിപ്ഷനോട് ചേർന്ന് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് വാഹനത്തിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ നമുക്ക് മെൻഷൻ ചെയ്യുന്നതാണ്. റിയർ ബമ്പർ യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ക്രോം ഫിനിഷിംഗ് കാണാം. നമുക്ക് അതിനടുത്തായിട്ട് തന്നെ ക്യാമറയുടെയും നമുക്ക് സെൻസേഴ്സിന്റെയും യൂണിറ്റ് കാണാം. സെൻസേഴ്സിന്റെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വാഹനത്തിന് വരുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് ഉള്ളത്. ഈ സെഗ്മെന്റിൽ തന്നെ മികച്ച ഒരു ബൂട്ട് സ്പേസ് അവകാശപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് XC60. അതിന്റെ നമുക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് വരുന്നത് ഇലക്ട്രിക് ആണ്. അതിന്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുമ്പോൾ കാണുന്നത്. അതിന്റെ എടുത്ത് പറയേണ്ടത് നമുക്ക് സൈഡ് ഡോർസ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഒരു നാപ്പ ലെതേഴ്സിന്റെ ഇൻസേർട്ട് കാണാം. സൈഡിലെല്ലാം ലെതർ സ്ട്രാപ്പാണ് കൊടുത്തേക്കുന്നത്. സീറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 സീറ്റ്സും 2 പേരുടെ മെമ്മറി സെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഡോർ യൂണിറ്റ്സിലെ 4 ഡോറിലും നമുക്ക് സ്പീക്കേഴ്സ് കാണാം. അതുപോലെ അഡീഷണൽ 2 ടയേഴ്സ് കൊടുക്കുന്നത് ബോയേഴ്സ് ആൻഡ് വിൽക്കിൻസൺസിന്റെ 2 ടയേഴ്സ് ആണ് വരുന്നത് വാഹനത്തിന്. നമുക്ക് സ്റ്റിയറിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോപ്പർ റൗണ്ട് ഷേപ്പിലുള്ള ഒരു 3 സ്പോക്സ് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതിന്റെ ഓഡിയോയുടെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ ക്ലസ്റ്റർ വരുന്നത് ഡിജിറ്റൽ ക്ലസ്റ്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ വെഹിക്കിളിന് പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് വരുന്നുണ്ട്. നമുക്ക് വെഹിക്കിൾ ഓട്ടോ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു മോഡാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. വാഹനത്തിന്റെ ഡിസ്റ്റൻസ് ടു എംറ്റി, പാർക്ക് അസിസ്റ്റ് ഇൻഫർമേഷൻ, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും. ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷിംഗ് ആണ് ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ലെതറാണ് ഡാഷ്ബോർഡിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് അതിന്റെ AC വെന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രോം സ്ട്രിപ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു വുഡൻ പാനൽസ് സൈഡിൽ
കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് ഒരു സിൽവർ ഫിനിഷിംഗ് കൂടി വരുന്നുണ്ട്. കുറച്ചുകൂടി നന്നായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അതിൽ നമുക്ക് കിട്ടുന്നത്. നോബ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെതർ സ്റ്റിയറിംഗ്സ് വിത്ത് നമുക്ക് സിൽവർ ഫിനിഷിംഗ് അതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള നോബാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. വാഹനത്തിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ പിയാനോ ഫിനിഷിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ESC സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. ലൈറ്റ് കീപ്പ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൂടി വരുന്നുണ്ട്. പാർക്ക് അസിസ്റ്റ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്രോസ് ട്രാഫിക് അലർട്ട് വരുന്നുണ്ട്. ഡിസ്റ്റൻസ് അലർട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ബാക്കി നമ്മുടെ ക്യാമറ യൂണിറ്റ്സിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലായിട്ട് കാണാം. നമുക്ക് സീറ്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെഹിക്കിളിൽ വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മസാജർ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ കൂടിയാണ് മസാജർ. അപ്പോൾ അത് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് മസാജറിൽ വരുമ്പോൾ കുറച്ച് 3 മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്വിൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡ് വരുന്നുണ്ട്, ഇന്റൻസീവ് നോർമൽ ആൻഡ് സ്പീഡ് നോർമൽ. അപ്പോൾ 3 പൊസിഷൻസ് വരുന്നുണ്ട്. അത് ഡ്രൈവിംഗ് സീറ്റിലും വരുന്നുണ്ട്, കോ ഡ്രൈവർ സീറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണ്. വാഹനത്തിന് നമുക്ക് പനോറമിക് റൂഫാണ് കൊടുത്തേക്കുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ളൊരു റൂഫ് ആണ് നമുക്ക് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് റിയറിൽ ഇരുന്നാൽ തന്നെ അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് വാഹനത്തിന് അകത്തോട്ട് തന്നെ നല്ലൊരു ലൈറ്റിംഗ് കൂടെ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് സൺറൂഫാണ്. വാഹനത്തിന്റെ സെക്കൻഡ് റോ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പ ലെതേഴ്സ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു സീറ്റ്സ് യൂണിറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിയറിൽ തന്നെ നമുക്ക് AC യൂണിറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 3 zones AC ആണ് വരുന്നത്. മൾട്ടി ഫങ്ഷനിങ് AC ആണ് വരുന്നത്. അതുപോലെ നമുക്ക് കാർ ചാർജർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയറിലെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് തന്നെ വാഹനത്തിന് അവകാശപ്പെടുന്നുണ്ട്. ഇത്രയും വളരെ വൈഡായിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഈ സെഗ്മെന്റിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണത്. അതുപോലെ നമുക്ക് റിയറിൽ നമുക്ക് ട്യൂട്ടേഴ്സ് കാണാം, സ്പീക്കേഴ്സ് കാണാം, വൈഡായിട്ടുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5 സീറ്ററാണ് വാഹനം വരുന്നത് എങ്കിൽ പോലും നമുക്ക് റിയറിലായിട്ട് ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 മെമ്പേഴ്സൊക്കെ യാത്രയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആംബ്രസ്റ്റ് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കപ്പ് ഹോൾഡേഴ്സ് യൂണിറ്റ്സ് കൂടെ അഡീഷണലായിട്ട് നൽകിയിരിക്കുന്നു. വാഹനത്തിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2 ലിറ്ററിലാണ് വാഹനം വരുന്നത്. 235 bhp ആണ്. 480 Nm ടോർക്കാണ് വാഹനത്തിന്റെ കരുത്ത് വരുന്നത്. ഇത്രയും പവർഫുൾ എഞ്ചിൻ ആയതുകൊണ്ട് 0 to 100 എത്താനായിട്ട് വെറും 7.1 സെക്കൻഡ്സ് മതിയാവും വാഹനത്തിന്. വാഹനത്തിന്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 2018 മോഡൽ XC60 ഇൻസ്ക്രിപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത്. അതുപോലെ 56,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുള്ളി കമ്പനി യൂസ്ഡുള്ള ഈ വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാഹനത്തിന്റെ മറ്റു ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക.